സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധി അനുസരിച്ച് സ്കൂൾ ക്ലാസ്സുകളിൽ അല്ലേ നമ്മൾ ഒരു 1ാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ ലെവൽ വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കേട്ടറ്റ് പരീക്ഷ അല്ലെ, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ നമ്മൾ പാസ്സായിരിക്കണം. അപ്പം നമ്മുടെ പരീക്ഷാ ഭവൻ നടത്തുന്ന കേട്ടറ്റ് പരീക്ഷ കേരളത്തിലെ ടീച്ചർമാർക്കുള്ള ഗവൺമെന്റ് അധ്യാപകരോ എയ്ഡഡ് അധ്യാപകരോ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ ഗസ്റ്റുകളായിട്ട് പോകണമെങ്കിലോ ഒക്കെ നമുക്ക് കേട്ടറ്റ് പരീക്ഷ കൂടിയേ തീരുള്ളൂ. സോ കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. സോ എന്താണ് ഈ കേട്ടറ്റ്? കുറെ പേർക്കൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്കൊക്കെ അറിയാം കേട്ടറ്റിനെ കുറിച്ച്. അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ദാ പഠിച്ചുകൊണ്ട് BEdോ DLEdോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇനി ഇൻ സർവീസ് ടീച്ചർമാർ പലരും എന്താണ് കേട്ടിട്ടില്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ കേട്ടറ്റ് എന്താണ്, കേട്ടറ്റിന്റെ എല്ലാ കാറ്റഗറികളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കേട്ടറ്റിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾ അറിയണം? ആദ്യം മനസ്സിലാക്കുക, കേട്ടറ്റ് നമ്മൾ പറഞ്ഞല്ലോ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് നടത്തുന്നത് പരീക്ഷാ ഭവനാണെന്ന് കൂടി ഓർക്കുക. എല്ലാ വർഷവും 2 തവണയായിട്ടാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത്. ഒന്ന് ഒരു ജൂൺ സൈക്കിളും മറ്റൊന്ന് ഒരു ഡിസംബർ സൈക്കിളും. നമ്മുടെ ടെറ്റ് പരീക്ഷകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിയമപ്രകാരം സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കേട്ടറ്റ് കൂടിയേ തീരുള്ളൂ. കേട്ടറ്റിനേക്കാൾ ഉയർന്ന യോഗ്യതകളൊക്കെ കേട്ടറ്റിന് തത്തുല്യമായിട്ട് പരിഗണിക്കുന്ന ഒരവസ്ഥ ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. അതിന്റെ ഹർജികളൊക്കെ സുപ്രീം കോടതി പരിഗണിച്ചു വരുന്ന സമയത്താണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കേട്ടറ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് നടക്കുന്നത്. കാറ്റഗറി 1, 2, 3 and 4. ഇനി ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓരോ കാറ്റഗറികളും എന്ന് മനസ്സിലാക്കുക. കാറ്റഗറി 1 എന്ന് പറയുന്നത്, കാറ്റഗറി 1 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാറ്റഗറി 1 എന്ന് പറയുന്നത് കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോവർ പ്രൈമറി ക്ലാസ്, അതായത് നമ്മുടെ LP ക്ലാസ്. എന്താണ്? നമ്മുടെ LP ക്ലാസ്സുകളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് കേട്ടറ്റ് കാറ്റഗറി 1 നിങ്ങൾ പാസ്സാകേണ്ടത്. ഇനി കാറ്റഗറി 2 ആണെങ്കിലോ, 2 ആണെങ്കിൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ UP ക്ലാസ്സുകളിലാണ്. കാറ്റഗറി 3 ആണെങ്കിലോ ഹൈസ്കൂൾ ക്ലാസ്സുകൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 3 വേണ്ടത്. ഇനി കാറ്റഗറി 4 എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാ അധ്യാപകർക്ക്. അത് ഏതൊക്കെ ഭാഷ? അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി തുടങ്ങിയിട്ടുള്ള ഭാഷാ അധ്യാപകർക്ക് UP തലം വരെ, ശ്രദ്ധിച്ചോണേടാ, UP ക്ലാസ്സുകളിൽ LP UP ക്ലാസ്സുകളിൽ എന്താണ് അറബി, ഉറുദു, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയിട്ടുള്ള ഭാഷകൾ പഠിപ്പിക്കാൻ താല്പര്യമുള്ള അധ്യാപകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 4 ആണ് എഴുതേണ്ടത്. ഈ വിഷയങ്ങളൊക്കെ ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കേട്ടറ്റ് കാറ്റഗറി 3 തന്നെ എഴുതേണ്ടതായിട്ട് വരും. പിന്നെ അതുമാത്രമല്ല ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ കായിക അധ്യാപകര് ഇവരൊക്കെ എഴുതുന്നത് ഏതാണ്? കേട്ടറ്റ് കാറ്റഗറി 4 ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 4 കാറ്റഗറികൾ എന്തിനൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി ഈ 4 കാറ്റഗറികളിൽ നമുക്ക് ആർക്കൊക്കെ എഴുതാം എന്നുള്ള യോഗ്യത നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പൊ ആദ്യം കാറ്റഗറി 1 നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ ലോവർ പ്രൈമറി ക്ലാസ്, അതായത് LP ക്ലാസ്സുകളിലെ പഠിപ്പിക്കാനുള്ള യോഗ്യതാ പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്? 45% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. അതായത് 45% മാർക്കോടെ +2 കിട്ടിയിരിക്കണം. അത് മാത്രം മതിയോ? അല്ല, 45% മാർക്കിന്റെ +2 വേണം. കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, നമ്മുടെ TTC, DEd തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പോൾ +2ഉം DEdഉം TTCയുമാണ് വേണ്ടത്. ഇനിയിപ്പോൾ TTC ഒക്കെ നമ്മൾ പരിഷ്കരിച്ച് ഇപ്പോൾ എന്തെന്നാ അറിയപ്പെടുന്നേ? DLEd, ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ +2ഉം TTC ആയിരിക്കണം, അല്ലെങ്കിൽ +2ഉം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ DLEd കോഴ്സും പാസ്സായിരിക്കണം. ഇനി അല്ലെങ്കിൽ 50% മാർക്കോടെ സീനിയർ സെക്കൻഡറിയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, കേട്ടോ, അത് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കില്ലേ? 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ +2ഉം ഈ ഒരു കോഴ്സും പാസ്സായവർക്കും കേട്ടറ്റ് കാറ്റഗറി 1 അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 50% മാർക്കോടെ +2 ഉണ്ടായിരിക്കണം,
2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനും എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക്. അപ്പോൾ +2 DLED ആണ് വേണ്ടത്. ഇനി കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ എന്ത് വേണം, B.Ed കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദം വേണം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഡിഗ്രി വേണം. കേട്ടറ്റ് കാറ്റഗറി 2 എഴുതണമെങ്കിൽ ഒരു ഡിഗ്രി വേണം. കൂടെ എഡ്യൂക്കേഷനിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ 2 വർഷത്തെ ഡിപ്ലോമ, അതായത് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ D.Ed DLED എന്തെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. ഓക്കെ, അപ്പം ഡിഗ്രിയുടെ കൂടെ TTC DLED D.Ed ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദം, അതിൽ 45% മാർക്ക് വേണം കേട്ടോ ഡിഗ്രിക്ക്. അതും അതിൻ്റെ കൂടെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഡിഗ്രിയും ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 2 അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം, അതിൻ്റെ കൂടെ 4 വർഷത്തെ ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ പാസ്സായിട്ടുണ്ട്, ബാച്ചിലർ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അത് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 2 അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, അതിനോടൊപ്പം 4 വർഷത്തെ BSc BA ഇൻ എഡ്യൂക്കേഷൻ, അതായത് ഹയർ സെക്കൻഡറിയോടൊപ്പം നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് B.Ed, ഡിഗ്രിയും B.Edഉം കൂടെ ഒന്നിച്ചുള്ള സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ +2ൻ്റെ കൂടെ ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ ഇൻ്റഗ്രേറ്റഡ് B.Ed നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേട്ടറ്റ് കാറ്റഗറി 2 അപ്ലൈ ചെയ്യാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയടാ, കേട്ടറ്റ് കാറ്റഗറി 1 എന്തോ വേണം, കേട്ടറ്റ് കാറ്റഗറി 1 നമുക്ക് +2 മതി. +2ൻ്റെ കൂടെ നമ്മുടെ യോഗ്യതാ കോഴ്സ് പാസ്സായാൽ മതി. കേട്ടറ്റ് കാറ്റഗറി 2 ആകുമ്പോൾ UP ക്ലാസ്സുകളാ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രി വേണം. ഡിഗ്രിയുടെ കൂടെ ഏതെങ്കിലും ഒരു യോഗ്യതാ കോഴ്സ് D.Ed DLED B.Ed അല്ലെങ്കിൽ 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് B.Ed എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ B.Ed കോഴ്സ്, ഡിഗ്രിയും B.Edഉം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് B.Edനോ DLEDനോ ഒക്കെ ജോയിൻ ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ബിരുദം, ഇത് BA BSc BCom ബിരുദമല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള, കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള BTech BCA ബിരുദക്കാർക്കും എന്ത് ചെയ്യാം, B.Edനോ നമ്മുടെ അധ്യാപക യോഗ്യതാ കോഴ്സുകൾക്കൊപ്പം പഠിച്ചിട്ട് അവർക്കും BTechകാർക്കൊക്കെ B.Edനോ DLEDനോ ഒക്കെ പോയിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എപ്പോഴാണ് ഇത് എഴുതാൻ പറ്റുന്നേ, നിങ്ങൾക്ക് ഇതിന് പ്രായപരിധി ഇല്ല കേട്ടോ, കേട്ടറ്റ് പരീക്ഷയ്ക്ക് പ്രായപരിധി ഇല്ല. അതുപോലെ എത്ര തവണ എഴുതാമെന്നുള്ളതിനും കണക്കുകളൊന്നുമില്ല. അതുപോലെ വൺസ് നിങ്ങൾ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് ആജീവനാന്ത വാലിഡിറ്റി ആണ്. ഓക്കെ, സർട്ടിഫിക്കറ്റിന് ആജീവനാന്ത വാലിഡിറ്റി ആണ് എന്നുകൂടി ഓർത്ത് വെച്ചോളുക. സർട്ടിഫിക്കറ്റ് എല്ലാ കാലവും അത് വാലിഡ് ആയിരിക്കും. ഇനി നിങ്ങളുടെ പരിശീലന കോഴ്സ്, അധ്യാപക പരിശീലന കോഴ്സിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതി തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് B.Edൻ്റെയോ DLEDൻ്റെ ഒക്കെ സെക്കൻഡ് സെമിസ്റ്റർ അങ്ങോട്ട് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനും പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് കേട്ടറ്റ് കാറ്റഗറി 3. ഇതെന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ അവിടെ വരും. UP വരെ എല്ലാ ടീച്ചർമാർക്കും എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കാം അല്ലേ, പക്ഷേ അല്ലെങ്കിൽ റൊട്ടേഷൻ അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഹൈസ്കൂളിൽ എന്താ, നമ്മുടെ കണക്ക് ടീച്ചർ കണക്ക് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ, മലയാളം ടീച്ചർ മലയാളം മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് എവിടെ വേണ്ടത്, കേട്ടറ്റ് കാറ്റഗറി 3. കേട്ടറ്റ് കാറ്റഗറി 3 എഴുതണമെങ്കിൽ B.Ed കൂടിയേ തീരൂ. B.Ed ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ DLEDനേക്കാൾ B.Ed ഉണ്ടാവണം. അപ്പോൾ 45% മാർക്കോടുകൂടി BA BSc BCom ഇതിലേതെങ്കിലും ഒരു ബിരുദം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു B.Ed ഡിഗ്രി, അതേ വിഷയത്തിലുള്ള B.Ed ഡിഗ്രിയും നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് B.Edന് ചിലർ ഡിഗ്രിക്ക് ശേഷം B.Edന് പോകാതെ PGക്ക് ശേഷം B.Edന് പോകുന്നവരുണ്ട്. അങ്ങനെ PGക്ക് ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, B.Edന് പോകാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാണ് ഗണിതശാസ്ത്രം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളവർക്ക് 50% മാർക്കിൽ കുറയാത്ത അതേ വിഷയത്തിലുള്ള MSc ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേട്ടറ്റ് കാറ്റഗറി
MSc എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും കേട്ടറ്റ് കാറ്റഗറി 3ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ് ഈ വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളവർക്ക് 50% മാർക്കിൽ കുറയാത്ത MSc എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടറ്റ് കാറ്റഗറി 3ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി 45% കുറയാത്ത BA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും LTTC അല്ലെങ്കിൽ DLED ജയിച്ചവർക്കും കാറ്റഗറി 3ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കേട്ടറ്റ് കാറ്റഗറി 4. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3ക്ക് ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ, ഡിഗ്രിയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് BEdും ഉണ്ടായിരിക്കണം. PG ഉള്ളവർക്കും പ്രശ്നമൊന്നുമില്ല. ഇനി കേട്ടറ്റ് കാറ്റഗറി 4 ആരൊക്കെയാണ് കേട്ടറ്റ് കാറ്റഗറി 4ന് അപ്ലൈ ചെയ്യുന്നവർ? നമ്മുടെ കായിക അധ്യാപകർ, ആർട്ട് ക്രാഫ്റ്റ് അധ്യാപകർ, അറബി, സംസ്കൃതം, ഹിന്ദി, ഉറുദു പോലുള്ള ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, UP തലം വരെ അല്ലേ. അപ്പോൾ കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷ അധ്യാപകർ, യോഗ്യത നേടിയ ആൾക്കാർ, കായിക അധ്യാപകർ, ആർട്ട് ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നവർ, ഇവർ നമ്മുടെ ഇതിനെന്താണോ ഇവർക്ക് പറഞ്ഞിട്ടുള്ള നമ്മുടെ റൂൾ ബുക്കിൽ പറഞ്ഞിട്ടുള്ള യോഗ്യത, ആ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ പരീക്ഷാ ബോർഡ്, NCTE സർവകലാശാലകൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യതയുള്ളവർക്ക് കേട്ടറ്റ് കാറ്റഗറി 4ന് അപ്ലൈ. അതായത് നമ്മൾ ഭാഷ പഠിക്കാനൊരു അല്ലെങ്കിൽ ഏതാണോ പഠിപ്പിക്കാനുള്ളത് അതിനകത്തുള്ള ഡിഗ്രിയോ അങ്ങനെയുള്ള, ഇപ്പം ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഹിന്ദി പ്രചാർ സഭയുടെ കോഴ്സുകൾ, ഇപ്പോൾ അറബിയും സംസ്കൃതവും ഒക്കെ ആണെങ്കിൽ അതിലുള്ള ഡിഗ്രികൾ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യാപക പരിശീലന കോഴ്സ് പാസ്സായവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? കേട്ടറ്റ് 4ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം. ഇനി എന്താണ് പഠിക്കേണ്ടത്? എന്താണ് കേട്ടറ്റിന് ഓരോ കാറ്റഗറിക്കും വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്? സിലബസ് എന്താണെന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ സിലബസ് നോക്കിക്കേ. എല്ലാ പരീക്ഷയും കേട്ടറ്റിൻ്റെ ഏത് കാറ്റഗറി ആണെങ്കിലും 150 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 150 മാർക്കിന് 150 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 1 മാർക്ക്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പം 150 മാർക്ക്. 150 മാർക്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ശിശുവികാസവും ബോധനശാസ്ത്രവും, എഡ്യൂക്കേഷണൽ സൈക്കോളജിയും പെഡഗോജിയുമാണ് വരുന്നത്. 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ഇനി ഗണിതശാസ്ത്രം, മാത്സ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. പരിസ്ഥിതി പഠനം EVS 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ഇനി 2 ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നാം ഭാഷ എന്ന് പറയുന്നത് മലയാളമോ തമിഴോ കന്നഡയോ ആയിരിക്കും. അവിടെ നിന്ന് 30 മാർക്കിന് 30 ചോദ്യങ്ങൾ. രണ്ടാം ഭാഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആവാം അല്ലെങ്കിൽ അറബി ആകാം. അവിടെയും 30 മാർക്ക്, 30 ചോദ്യം. അങ്ങനെ 150 മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 1ൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 30 മാർക്കിന്റെ സൈക്കോളജി, 30 മാർക്കിന്റെ മാത്സ്, 30 മാർക്കിന്റെ EVS, 30 മാർക്കിന് മലയാളം, 30 മാർക്കിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇനി കേട്ടറ്റ് കാറ്റഗറി 2ന്റെ സിലബസിലേക്ക് നോക്കാം. ആദ്യം സൈക്കോളജി തന്നെയാണ്, ശിശുവികാസവും ബോധനശാസ്ത്രവും. ഇവിടെ നമ്മൾ 11 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ 11 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൈക്കോളജിയാണ് പഠിക്കേണ്ടത്. ലോവർ പ്രൈമറി ആകുമ്പോൾ 11 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇവിടെ അപ്പർ പ്രൈമറിയിലേക്ക് പോകുമ്പോൾ 11നും 14നും ഇടയിലുള്ള കുട്ടികളുടെ ശിശു മനഃശാസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 30 മാർക്കായിരിക്കും. ഇനി അടുത്ത സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സയൻസ് മാത്സ് എന്നുള്ള കോംബോ എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കാം. സയൻസ് ആൻഡ് മാത്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സയൻസോ മാത്സോ ആണ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാത്സ് കോംബോ എടുക്കാം. ഇനി അതല്ല സോഷ്യൽ സയൻസ് വിഷയങ്ങളാണ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചത്, ലൈക്ക് ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യോളജി, അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ സയൻസ് വിഷയങ്ങളാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എടുക്കാം. ഏതായാലും അതിൽ നിന്ന് 60 മാർക്കിന്റെ ചോദ്യങ്ങൾ, സയൻസ് മാത്സ് കോംബോ ആണെങ്കിലും 60 ചോദ്യങ്ങൾ, സോഷ്യൽ സയൻസ് ആണെങ്കിലും 60 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി മൂന്നാം ഭാഗം എന്ന് പറയുന്നത് ഒന്നാം ഭാഷ. ഇവിടെയും കേട്ടറ്റ് കാറ്റഗറി 2ന് നിങ്ങൾ 2 ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം. ഒന്നാം ഭാഷ എന്ന് പറയുന്നത് മലയാളമോ തമിഴോ കന്നഡയോ ഇംഗ്ലീഷോ ആകാം. അവിടെയും 30 മാർക്കിന്റെ 30 ചോദ്യങ്ങൾ. ഇനി രണ്ടാം ഭാഷ ഒന്നാം ഭാഷ അല്ലാത്തതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാം ഭാഷ നിങ്ങൾ മലയാളം ചൂസ് ചെയ്താൽ രണ്ടാം ഭാഷയായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തേ മതിയാവുകയുള്ളൂ. ഇനി ഒന്നാമത്തെ ഭാഷ ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് ആണെങ്കിൽ രണ്ടാമത്തെ ലാംഗ്വേജ് മലയാളം ആകണം. രണ്ടും ഒന്ന് തന്നെ ആവാൻ
പാടില്ല. അവിടെയും 30 മാർക്കിന്റെ 30 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 150 മാർക്കിന് 150 ചോദ്യങ്ങൾ എവിടെയുണ്ട്? കേട്ടറ്റ് കാറ്റഗറി 2-ലുണ്ട്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ കൗമാര മനഃശാസ്ത്രം. നമ്മൾ ഹൈസ്കൂൾ കുട്ടികളെ ആണല്ലോ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൗമാര മനഃശാസ്ത്രം പഠിക്കണം. അപ്പോൾ അഡോളസെന്റ് സൈക്കോളജിയാണ് പഠിക്കേണ്ടത്. അഡോളസെന്റ് സൈക്കോളജിയിൽ 40 ചോദ്യങ്ങൾ 40 മാർക്ക്. ഇനി അവിടെ ഒറ്റ ലാംഗ്വേജ് നമ്മൾ പഠിച്ചാൽ മതി. ഒന്നെങ്കിൽ അത് മലയാളം, അല്ലെങ്കിൽ തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്. ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. 30 മാർക്കിന് 30 ചോദ്യങ്ങളായിരിക്കും അവിടെ വരിക. പിന്നെ അടുത്ത ഭാഗം വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യം. അതായത് സബ്ജക്റ്റ് സ്പെസിഫൈഡ് ആണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ മലയാളം പഠിച്ചവർക്കാണെങ്കിൽ BA MA മലയാളംകാർക്കാണെങ്കിൽ മലയാളം ടീച്ചർ ആവാൻ പോകുന്നവരാ. മാത്സുകാരാണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ അത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും ചോദിക്കുന്നത്. അത് ആ വിഷയത്തിലുള്ള നമുക്ക് ആ പാണ്ഡിത്യവും വേണം. അതിൻ്റെ പെഡഗോജിയും ബോധനശാസ്ത്രവും നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ നമ്മൾ നമ്മുടെ പരിശീലന കോഴ്സിൽ പഠിക്കുന്നതാണ്. അവിടെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ പാർട്ടിൽ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അങ്ങനെ 150 മാർക്ക്, 150 ചോദ്യങ്ങൾ. ഇനി കേട്ടറ്റ് കാറ്റഗറി 4-ൽ എന്തൊക്കെ പഠിക്കണം? ശിശു വികസനം, ബോധനശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പഠിക്കണം. 30 മാർക്ക്. ഒന്നാം ഭാഷ മലയാളമോ ഇംഗ്ലീഷോ തമിഴോ കന്നഡയോ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ 40 മാർക്കിന്റെ 40 ചോദ്യങ്ങൾ. മൂന്നാം ഭാഗം എന്ന് പറയുന്നത് വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യം. ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 4-ന് ആർട്ടും ക്രാഫ്റ്റും പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ. എന്താണ് നമ്മുടെ കായികമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഹിന്ദിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അങ്ങനെയായിരിക്കും 80 മാർക്കിന്റെ ചോദ്യം വരിക. അങ്ങനെ 150 മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 4-ലും ഉണ്ട്. അപ്പോൾ 4 പരീക്ഷയുടെയും സിലബസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇത് പാസ്സാകാൻ എത്ര മാർക്ക് വേണമെന്നറിയോ? കേട്ടറ്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള കട്ട് ഓഫ് ഉള്ള അല്ലെങ്കിൽ ലിമിറ്റ് ഉള്ള പെർസെൻറ്റേജ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ള ഒരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കുക. സോ ജനറൽ വിഭാഗക്കാർക്ക് നമ്മൾ പറഞ്ഞു 150 മാർക്കാണ് ടോട്ടൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഏത് വേണമെങ്കിലും കറക്കി കുത്തി ആൻസർ ചെയ്യാം. ജനറൽ വിഭാഗക്കാർക്ക് 60% മാർക്ക്, 150ന്റെ 60% എന്ന് പറയുമ്പോൾ 90 മാർക്ക്. അതായത് ജനറൽ ആണ് നിങ്ങളെങ്കിൽ 150ൽ 90 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് പാസ്സാകാം. ഇനി നിങ്ങൾ SC ST OBC വിഭാഗക്കാരാണെങ്കിൽ 55% മാർക്ക്, അതായത് 82 മാർക്ക് നിങ്ങൾ മേടിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറിയിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് 50% മതി. അവിടെ 55 ആണെങ്കിൽ ഇവിടെ 50 ആണ് കേട്ടോ. 75 മാർക്ക് മതി. അപ്പം 150ൽ ജനറൽ വിഭാഗക്കാർക്ക് 90-ഉം SC ST OBC വിഭാഗക്കാർക്ക് 82-ഉം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭിന്നശേഷിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 75 മാർക്ക് മതി എന്ത് പാസ്സാകാൻ? കേട്ടറ്റ് പാസ്സാവാൻ. ഓക്കെ, അപ്പോൾ കേട്ടറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. കേട്ടറ്റ് 4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. 4 കാറ്റഗറിയിലും ഏതൊക്കെ യോഗ്യതകളാണെന്ന് പറഞ്ഞു. പിന്നെയോ 4 കാറ്റഗറിയുടെയും സിലബസ് എന്താണെന്ന് പറഞ്ഞു. മാർക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, നമ്മൾ മാർക്കിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നതെന്നും പറഞ്ഞു അല്ലേ. ഇനി കേട്ടറ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? അറിയാനുണ്ടെങ്കിൽ ഇതാ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചേക്ക്. നമുക്ക് ഒരു കേട്ടറ്റിനെ പറ്റി ഒരു അധ്യാപകരാകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. കേട്ടറ്റിന് ഓരോ കാര്യങ്ങളും എങ്ങനെ പഠിക്കണമെന്നറിയില്ലെങ്കിൽ അതും ചോദിക്കുക. നമ്മുടെ ടീച്ചേഴ്സും എല്ലാം വീഡിയോയുമായിട്ട് തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ കമന്റ്സ് ചോദിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്